ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പ് പ്രഥമന്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 250 ഗ്രാമോളം ചെറുപയർ പരിപ്പ് നമുക്കൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരേക്കൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിലേക്ക് ഇത് കഴുകിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ കപ്പിൽ തന്നെ 3 കപ്പോളം വെള്ളം ചേർത്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3 വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ശർക്കരപ്പാനി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ശർക്കര, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് പാനിയാക്കിയെടുക്കാം. അങ്ങനെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആ പരിപ്പിലേക്ക് ആ ശർക്കരപ്പാനി പിടിച്ച് കുറച്ച് സമയം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 തേങ്ങൻ്റെ 2/2 പാല് 2 കപ്പ് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്നും വറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/4 പാൽ ഒഴിച്ചിട്ട് തീ ഓഫ് ചെയ്തിടാം. പിന്നെ തിളപ്പിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്തിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് നെയ്യിൽ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്തി കൊടുത്താൽ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്.